ഹലോ, നമസ്കാരം. എല്ലാവർക്കും സുഖമാണെന്ന് പ്രതീക്ഷിക്കുന്നു. ഞാൻ ചീര, വെണ്ടക്ക, മുളക്, ക്യാപ്സിക്കോ ഒക്കെ നട്ടിരുന്നു എൻ്റെ മതിലിൻ്റെ മുകളിൽ. അപ്പോൾ അത് നല്ല ഉഷാറായി തളച്ച് നല്ല വളർന്നു. അപ്പം വളർന്നപ്പോൾ അത് അടുപ്പം കുറച്ച് കൂടിപ്പോയി, ഗ്രോ ബാഗ് കുറച്ച് കൂടുതലായിപ്പോയി. അപ്പം അവിടുന്ന് കുറച്ച് ഗ്യാപ്പിട്ട് കുറച്ച് ഗ്രോ ബാഗ് തൈകൾ കുറച്ച് മാറ്റി വെക്കാമെന്ന് കരുതി. വേറെ കൃഷി സ്ഥലത്തിലേക്ക് മാറ്റി വെക്കാമെന്ന് കരുതി. അപ്പം അങ്ങനെ കുറേ പകുതി പീസ് എടുക്കുകയാണ്. ചിലയിൽ വെണ്ടയ്ക്കും മുളകും മിക്സായിട്ടാണ്, ചിലയിൽ വെണ്ടയ്ക്കും മുളകും ചീര ഉണ്ട്. പക്ഷേ ചീര അതിൽ നടാതെ ഉണ്ടായതാണ്. വെണ്ടയ്ക്കും നല്ല ഗ്രോത്തായിട്ട് നല്ല ഉഷാറായിട്ട് വളർന്നിരിക്കണ്. അപ്പോൾ ഒന്ന് മാറ്റിയാൽ നമുക്ക് അടുത്തടുത്ത് കുറച്ച് ആകുമ്പോൾ കായ്ഫലം കമ്മിയാവും. അപ്പോൾ ഒന്ന് മാറ്റി വെക്കുക, ഗ്യാപ്പായിട്ട് വെക്കുക, ഇതുപോലെ വെക്കുക. എന്നാലും നമുക്ക് നല്ല വെണ്ടക്ക നല്ല കൊമ്പും ചുള്ളിയൊക്കെ ഉണ്ടാകുന്ന വെണ്ടയാണ്. നല്ല കൊമ്പും ചുള്ളിയൊക്കെ ഉണ്ടാകുന്ന വെണ്ടയാണ്. വെണ്ട നല്ല കൊമ്പും ഇതൊക്കെ ഉണ്ടാകുന്ന വെണ്ടയാണ്. അപ്പോൾ കുറച്ച് വിട്ട് വെക്കണം, എന്നാലേ നല്ല കായ്ഫലം ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ നമുക്ക് ഒരു 10 ഗ്രോ ബാഗ് മാറ്റിക്കാണ്ട് വേറെ സ്ഥലത്ത് കൊണ്ടുപോയി വെക്കാം. വേറൊരു ഭത്തനൊക്കെ നട്ട് അവിടെ കൊണ്ടുപോയി വെക്കാം. ഇതൊരു മതിലിൻ്റെ നെറുവിലാണ് എൻ്റെ കൃഷി. ഏകദേശം മെയിൻ കൃഷി എൻ്റെ മതിലിൻ്റെ നെറുവിലാണ്. മതിലിൻ്റെ നെറുവിലാകുമ്പോൾ നമുക്ക് പന്നിശല്യം അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. കീടങ്ങളൊക്കെ ശല്യം വളരെ കമ്മിയാണ്. കുറച്ച് വെള്ളം കൊടുത്താൽ മതി. ഉഷാറായിട്ട് യാതൊരു ഇതും പേടിക്കണ്ട, നല്ല ഉഷാറായിട്ട് വളരും. ഞാൻ ഏകദേശം മതിലുമ്പോൾ തന്നെയാണ് കൃഷി ചെയ്യാറ് ഫുള്ള്. അപ്പം ബാക്കിയില്ല, നമുക്ക് കുറച്ച് അവിടെ കൊണ്ടുപോയി വെക്കാം. ഇത് നല്ല ഈ ഗ്യാപ്പിൽ വേണം, നല്ല കായ്ഫലം കിട്ടുള്ളൂ. ഈ തൈകൾ നമുക്ക് അവിടെ കൊണ്ടുപോയി വെക്കാം. അതിപ്പോൾ ഞാൻ ഇവിടെ വെച്ചു. ഞാൻ അപ്പോൾ ആ മത്തം നട്ട സ്ഥലത്ത് ഇതൊക്കെ നല്ല ഉഷാറായിട്ട് വെച്ച് വരിക്ക്. ഇതിനി ഇവിടെ നിൽക്കട്ടെ. നല്ല ഗ്യാപ്പായിട്ട് വിട്ടു. ഓക്കെ, എന്നാൽ ശരി, നമസ്കാരം.